ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട ഫോക്കസ് ഏരിയാസ് ആണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്റെ പേര് സിജി ബിജു എന്നാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആർട്ടിക്കിൾ 350B. രാഷ്ട്രപതിക്ക് ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കായി ഒരു പ്രത്യേക ഓഫീസറെ നിയമിക്കാം. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കുള്ള കമ്മീഷണർ രാജ്യസഭയ്ക്ക് ഒരു റിപ്പോർട്ട് അയച്ചു. ഭാഷാ ന്യൂനപക്ഷ കമ്മീഷണർ ഭാഷാപരമായ കാര്യങ്ങളിൽ രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനകത്ത് ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഒന്ന് ആൻസർ മനസ്സിൽ വിചാരിക്കുക, നമുക്ക് നോക്കിയിട്ട് വരാം. ഇന്ത്യൻ രാഷ്ട്രപതിയാണ് കമ്മീഷണർ ഓഫ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയെ നിയമിക്കുന്നത്. അതായത് ഭാഷാ ന്യൂനപക്ഷങ്ങളെ നിയമിക്കാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? ഇന്ത്യൻ പ്രസിഡന്റിൽ നിക്ഷിപ്തമായിരിക്കുന്നു. ഭാഷാ ന്യൂനപക്ഷം, അതാണ് കമ്മീഷണർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി എന്നിട്ടാണ് CLMന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രപതി CLMനെ നിയമിക്കുന്നു. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കുള്ള ഭരണഘടനാപരമായ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങളിൽ ഉൾപ്പെടുന്നു. അത് എന്താണ് ഇവരുടെ ലക്ഷ്യം? അല്ല എങ്കിൽ CLM അഥവാ ഈ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കുള്ള ഒരു കമ്മീഷണറുടെ ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടനാ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ഇവരുടെ ഡ്യൂട്ടിയാണ്. രാഷ്ട്രപതിയുടെ നിർദ്ദേശപ്രകാരം ഇക്കാര്യങ്ങളിൽ ആർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്? രാഷ്ട്രപതിക്ക് തന്നെയാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്, രാജ്യസഭയ്ക്കല്ല CLM റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. റിപ്പോർട്ടുകൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും അവതരിപ്പിക്കുകയും ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളുടെ സർക്കാരുകൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ടെന്ന് രാഷ്ട്രപതി ഉറപ്പാക്കുന്നു. അപ്പൊ ആദ്യം ആർക്ക് കൊടുക്കണം? രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പാർലമെന്റിന്റെ ഇരുസഭകളിലും ഈ റിപ്പോർട്ട് അവതരിപ്പിക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം? സംസ്ഥാനങ്ങളുടെ സർക്കാരുകൾക്ക് അയക്കുകയും, ഇപ്പൊ കേരളത്തിലാണെങ്കിൽ കേരള റിലേറ്റ് ചെയ്ത്, കർണാടക ആണെങ്കിൽ കർണാടക റിലേറ്റ് ചെയ്ത് കറസ്പോണ്ടിങ് ആയി സംസ്ഥാനങ്ങളുടെ സർക്കാരുകൾക്ക് അയക്കുകയും ചെയ്യുന്നുണ്ടെന്ന് രാഷ്ട്രപതി ഉറപ്പാക്കുകയും ചെയ്തു. ഇതാണ് പ്രധാനമായിട്ടും CLM റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. 350B എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതി CLMനെ നിയമിക്കുന്നു. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണ്? ഇങ്ങനെയുള്ള ന്യൂനപക്ഷങ്ങൾക്കുള്ള ഭരണഘടനാപരമായ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നു. ഇനി ഇത് പ്രകാരം റിപ്പോർട്ട് ആർക്ക് കൊടുക്കുന്നു? രാഷ്ട്രപതിക്ക്. രാഷ്ട്രപതിയാണ് ഇത് പാർലമെന്റിന്റെ ഇരുസഭകളിലും അവതരിപ്പിക്കുകയും ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളുടെ സർക്കാരുകൾക്ക് അയക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? രാജ്യസഭയ്ക്ക് റിപ്പോർട്ട് അയച്ചു എന്ന് പറഞ്ഞത് തെറ്റാണ്. ബാലൻസ് ആണ് ശരിയായിട്ട് വരുന്നത്. അപ്പൊ ഏതായിരിക്കും ആൻസർ ശരിയായിട്ട് വരുന്നത്? ഓപ്ഷൻ C ആണ് വരുന്നത്. 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. രാഷ്ട്രപതിക്ക് ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കായി ഒരു പ്രത്യേക ഓഫീസറെ നിയമിക്കാം. ഭാഷാ ന്യൂനപക്ഷ കമ്മീഷണർ ഭാഷാപരമായ കാര്യങ്ങളിൽ രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറഞ്ഞത് 2024 ഒക്ടോബർ 4 ഇന്ത്യൻ ഭരണഘടനയുടെ 23-ാം ആർട്ടിക്കിൾ ലംഘിക്കുന്ന ജാതി വേർതിരിവ് ഇന്ത്യൻ ജയിലില് നിലനിൽക്കുന്നുണ്ട് എന്ന് സുപ്രീം കോടതി കണ്ടെത്തി. അത് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഇങ്ങനെയാണ്: അധ്വാനത്തെ തരം താഴ്ത്തുന്നു, അടിച്ചമർത്തൽ രീതികൾ നിർബന്ധിത ജോലിക്കെതിരെ അവകാശത്തെ ലംഘിക്കുന്നു, ആർട്ടിക്കിൾ 17ന്റെ ലംഘനം. ഇതിനകത്ത് ഏതൊക്കെയാണ് 2024 ഒക്ടോബർ 4 ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരം, 23-ാമത്തെ ആർട്ടിക്കിൾ പ്രകാരം പറഞ്ഞിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജാതി വേർതിരിവ് ഇന്ത്യൻ ജയിലിൽ നിലനിൽക്കുന്നുണ്ടെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അത് പ്രകാരം ഏതൊക്കെ കാര്യങ്ങളാണ് ശരിയായിട്ടെന്നാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് പഠിച്ചിട്ട് വരാം. അതായത് സുകന്യ ശാന്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിലാണ് കോടതിയുടെ ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. എന്താണ്? സുകന്യ ശാന്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. സുകന്യ ശാന്ത എന്ന് പറഞ്ഞ അവരൊരു ജേർണലിസ്റ്റ് ആണ്. പല സംസ്ഥാനങ്ങളിലെയും ജയിലിൽ മാനുവലിൽ ജാതി അടിസ്ഥാനത്തിലുള്ള വിവേചനം ഉയർത്തിക്കാട്ടി മാധ്യമ പ്രവർത്തക സുകന്യ ശാന്തയാണ് കേസ് കൊണ്ടുവന്നത്.
ജയിൽ മാനുവലിൽ ജാതി അടിസ്ഥാനമാക്കിയിട്ടുള്ള വിവേചനം ഉയർത്തിക്കാട്ടിയിട്ടാണ് മാധ്യമ പ്രവർത്തക സുകന്യ ശാന്തയാണ് കേസ് കൊണ്ടുവന്നത്. തീരുമാനം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14, 15, 17, 21, 23, അതായത് ഇത്രയുടെ ലംഘനമാണ്. 5 ആർട്ടിക്കിൾസിന്റെ ലംഘനം. നിയമസമത്വം എന്ന് പറഞ്ഞതാണ് ആർട്ടിക്കിൾ 14 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വർണ്ണ വിവേചനം പാടില്ല 15. 17 എന്ന് പറഞ്ഞിരിക്കുന്നത് അൺടച്ചബിലിറ്റി. 21 എന്താണ്? ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ചൂഷണത്തിനെതിരായിട്ടുള്ളതാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 23 പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത്രയും ആർട്ടിക്കിൾസ് കണക്റ്റഡ് ആണ് ഈ ജയിലില് ജാതിപരമായിട്ടുള്ള കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇനി പറയുന്ന നടപടികൾക്ക് കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾക്ക് ഈ ഈ കേസിന്റെ വിധി പുറപ്പെടുവിച്ച ചീഫ് ജസ്റ്റിസിന്റെ 1-2 മൊഴികളിലൂടെ നമ്മൾ, അല്ലെങ്കിൽ 1-2 കാര്യങ്ങളിലൂടെ നമ്മൾ ഇതിനോടൊപ്പം കണക്ട് ചെയ്യേണ്ടതാണ്. ഈ ഒരു സ്ലൈഡിനകത്ത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരുടെ കേസിലാണ് ഇങ്ങനെ ഒരു തീരുമാനം നമ്മുടെ ചോദ്യത്തിനകത്ത് വന്നത്? സുകന്യ ശാന്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇത് പ്രകാരം ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് ഇന്ത്യൻ ഭരണഘടനയുമായി ലംഘിച്ചത്? നമ്മൾക്ക് ആർട്ടിക്കിൾ 23 എന്ന് ഇവിടെ പറയുന്നതെങ്കിലും ഇറ്റ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ഏതാണ്? 14, 15, 17 ആൻഡ് 21. 14, 15, 17, 21. അതുകൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. അതായത് വിവേചനത്തിനെതിരായ മൗലിക അവകാശമാണ് ആർട്ടിക്കിൾ 15 പറയുന്നത്. അതിനെതിരായിട്ടുള്ള മൗലിക അവകാശം പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15(1) ആണ് വിധി എഴുതിയ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് പരാമർശിച്ചത്. എന്നാൽ ഭരണകൂടം തന്നെ ഒരു പൗരനോട് വിവേചനം കാണിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും ഉയർന്ന രൂപത്തിലുള്ള വിവേചനം ആണ്. എല്ലാത്തിലും ഉപരി സംസ്ഥാനം വിവേചനം തടയാൻ പ്രതീക്ഷിക്കുന്നു. അത് ശാശ്വതം ആക്കരുത്, ചീഫ് ജസ്റ്റിസ് കുറിച്ചു. തടവുകാർക്കിടയിലുള്ള വിവേചനവും ജാതിയുടെ അടിസ്ഥാനത്തിൽ ജോലി വിതരണം ചെയ്യുന്നതും തൊട്ടുകൂടായ്മയ്ക്ക് തുല്യമാണെന്നും ഇത് ഭരണഘടനയുടെ 17-ാം അനുച്ഛേദ പ്രകാരം നിരോധിച്ചിട്ടുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് അഭിപ്രായപ്പെട്ടു. അപ്പൊ ഇത് ഡയറക്ട്ലി എന്താണ്, നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് 5 ആർട്ടിക്കിൾസിന്റെ കാര്യം, അതിവിടെ സെപ്പറേറ്റ് ആയിട്ട് ഒന്നുകൂടെ പരാമർശിച്ചു വെച്ചിരിക്കുകയാണ്. അതായത് ഒരു സംസ്ഥാനമാണ് ഒരു പൗരനോട് എന്തിന്റെ കാര്യത്തിൽ? ജാതിയുടെ അടിസ്ഥാനത്തിൽ വിവേചനം കാണിച്ചിരിക്കുന്നത്. ഇത് കറക്റ്റ് ആയിട്ട് എന്താണ്? ജാതിയുടെ അടിസ്ഥാനത്തിലാവുമ്പോൾ തൊട്ടുകൂടായ്മ റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം അതും ഭരണഘടനാ ലംഘനമാണ്. ഇതൊരു വ്യക്തിയല്ല കാണിച്ചിരിക്കുന്നത്, ഒരു സ്റ്റേറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ തടയാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന കേസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വന്നത്. ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് വിധി പറഞ്ഞത് ആരായിരുന്നു? ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഡിഗ്രേഡിംഗ് ലേബർ ആൻഡ് ഒപ്രസീവ് പ്രാക്ടീസ് വയലേറ്റ് ദ റൈറ്റ് അഗൈൻസ്റ്റ് ഫോഴ്സ്ഡ് ലേബർ അണ്ടർ ആർട്ടിക്കിൾ 23 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇവിടെ ആർട്ടിക്കിൾ 23 കാത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട്? റൈറ്റ് അഗൈൻസ്റ്റ് ഫോഴ്സ്ഡ് ലേബർ എന്ന് പറയുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഡിഗ്രേഡിംഗ് ലേബർ എന്ന് പറയുന്ന സംഭവം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. അധ്വാനത്തെ തരം താഴ്ത്തുന്നു എന്ന് ഈ ഒരു കേസ് കണ്ടെത്തിയിട്ടുണ്ടോ? യെസ്. അടിച്ചമർത്തൽ രീതികൾ നിർബന്ധിത ജോലിക്കെതിരെയുള്ള അവകാശത്തെ ലംഘിക്കുന്നു, അതും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദെൻ ആർട്ടിക്കിൾ 17 ലംഘനം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതും എസ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് പോവാം. അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കുറച്ച് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്ന് നന്നായിട്ട് മനസ്സിരുത്തി ചിന്തിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം. സുകന്യ ശാന്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആണ് ഈ ഒരു കേസിലാണ് കോടതിയുടെ ഈ ഒരു തീരുമാനം നമ്മുടെ ചോദ്യത്തിനകത്തുള്ളത് വന്നിരിക്കുന്നത്. സോറി. ഇനി ഇതനുസരിച്ച് ജയിൽ മാനുവലിൽ ജാതി അടിസ്ഥാനമാക്കിയിട്ട് ഒരു പ്രത്യേക കോളം തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് ലോ ലെവൽ ആയിട്ടുള്ള വർക്കുകൾ, അതായത് ബാത്റൂം ക്ലീനിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് വേണ്ടി മാത്രമായിട്ട് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഇതാണ് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതിനുള്ള വിധിയാണ് ഇപ്പം വന്നിരിക്കുന്നത്. അത് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ആർട്ടിക്കിൾസുമായിട്ട് കണക്ട് ആവാം എന്ന് ചോദിക്കാം. 14, 15, 17, 21, 23. ഡയറക്ട്ലി നമുക്ക് ചോദ്യത്തിനകത്ത് വന്നിരിക്കുന്ന 23 ആണെങ്കിലും ഇത് ഇൻഡയറക്ട്ലി ഏതുമായി കണക്റ്റഡ് ആണ്? 15ഉം 17ഉം ആണ്. തന്നെയുമല്ല നിയമസമത്വവും വരുന്നുണ്ട്. ദെൻ 21 ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യവും ഇവിടെ വരുന്നുണ്ട്. ഇനി സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരും അവരുടെ ജയിൽ മാനുവലുകളും നിയമങ്ങളും പരിഷ്കരിക്കണം. എന്തൊക്കെയാണ് കോടതി ഇതുമായി ബന്ധപ്പെട്ട് പുതിയ ഉത്തരവ് ഇത് പ്രകാരം വന്നിരിക്കുന്നത് എന്നിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതിനകത്തെ 3 പോയിന്റാണ് നമുക്ക് പരീക്ഷയ്ക്കകത്ത് ഇപ്പം വന്നിരിക്കുന്നത്. ഓക്കെ. ഇപ്പൊ സംസ്ഥാനമായാലും കേന്ദ്ര സർക്കാരായാലും ജയിൽ മാനുവലുകളെല്ലാം എന്താകണം?
പരിഷ്കരിക്കണം. പണ്ട് മുതൽ 75 years ആയി നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ ഫോളോ ചെയ്തു വരുന്നു. അതിൻ്റെതായിട്ടുള്ള പോരായ്മകളുണ്ട്. സോ അതെല്ലാം എന്ത് ചെയ്യണം, മാറ്റി പിടിക്കണം എന്നാണ് പറഞ്ഞത്. 2016 മോഡേൺ പ്രിസൺ മാനുവലും 2013 മോഡേൺ പ്രിസൺ കൺസോളിഡേഷൻ ഓഫ് സർവീസ് ആക്ടും ഭേദഗതി ചെയ്യണം. അപ്പൊ ഏതൊക്കെ പറഞ്ഞിട്ടുണ്ട്? മോഡൽ പ്രിസൺ, മോഡേൺ അല്ല, മോഡൽ പ്രിസൺ മാനുവലും 2013 മോഡൽ പ്രിസൺ കൺസോളിഡേഷൻ ഓഫ് സർവീസസ് ആക്ടും ഭേദഗതി ചെയ്യണം എന്ന് ഈ കോടതി ഉത്തരവിട്ടു. അപ്പം സുകന്യ ശാന്ത വേഴ്സസ് കേസ് പ്രകാരം എന്താണ് വന്നതെന്ന് നമ്മൾക്ക് ചോദിച്ചാലും സെയിം സംഭവം തന്നെ പറഞ്ഞാൽ മതി. ഓക്കെ, 2016 മോഡൽ പ്രിസൺ മാനുവലും 2013 കൺസോളിഡേഷൻ ഓഫ് സർവീസ് ആക്ട് മോഡൽ പ്രിസൺ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഭേദഗതി ചെയ്യണം. തടവുകാരുടെ രജിസ്റ്ററിൽ ജാതി പരാമർശിക്കുന്നത് നീക്കം ചെയ്യണം. സ്ഥിരം കുറ്റവാളികളുടെ നിർവചനങ്ങൾ പരിഹരിക്കണം. സ്ഥിരമായിട്ട് കുറ്റവാളികളാവുന്നവരുടെ നിർവചനങ്ങൾ എന്ത് ചെയ്യണം? പരിഹരിക്കപ്പെടണം. ജയിൽ വിവേചനം സർക്കാർ നിരീക്ഷിക്കുകയും പാലിക്കൽ റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും വേണം. ജയിൽ വിവേചനം സർക്കാർ നിരീക്ഷിക്കുകയും പാലിക്കൽ റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും വേണം. ജയിൽ മാനുവലുകൾ ജാതി വിവേചനം നിലനിർത്തുകയും തടവുകാരുടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കുകയും ചെയ്യുന്നതായി കോടതി കണ്ടെത്തി. അത്രയും ആർട്ടിക്കിൾസ് ലംഘിച്ചിരിക്കുന്നത് കൊണ്ടാണ് അത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ചില ജയിൽ മാനുവൽ തടവുകാരെ ജാതിയുടെ അടിസ്ഥാനത്തിൽ വിവിധ വിഭാഗങ്ങളാക്കി ജാതിയുടെ അടിസ്ഥാനത്തിൽ തടവുകാർക്ക് ചില ജോലികൾ നൽകി തടവുകാരെ സ്കാവഞ്ചർ ക്ലാസ് എന്ന് വിളിക്കുന്നുണ്ട്. നമുക്ക് ബേസിക്കലി ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. പ്രധാനമായിട്ടും നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കേണ്ടത് ഈ 14, 15, 17, 21, 23 ആർട്ടിക്കിൾസുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ്? ജയിൽ മാനുവൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ജാതി പരാമർശങ്ങൾ നീക്കണം. ദെൻ ഇവരുടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കുന്നതായിട്ട് കോടതി കണ്ടെത്തി. അതൊക്കെ മാറ്റിയിട്ട് പുതുതായ രീതിയിലുള്ള കുറച്ച് ഭേദഗതികൾ വരുത്തണം എന്ന് പറഞ്ഞു. അത് 2013 2016 കാര്യങ്ങൾ ഭേദഗതി ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി സ്ഥിരം കുറ്റവാളികളുടെ നിർവചനങ്ങൾ പരിഹരിക്കപ്പെടണം എന്ന് പറഞ്ഞു. ജയിൽ വിവേചനം എന്ന് പറഞ്ഞിരിക്കുന്നത് സർക്കാർ നിരീക്ഷിക്കണം, റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും വേണം എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. സ്കാവഞ്ചർ വിഭാഗം എന്നൊക്കെ വിളിക്കുന്നു, ആ കാര്യങ്ങളൊക്കെ മാറ്റണം എന്നിട്ടുള്ള രീതിയിലാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് നോക്കാം. 2024 ഒക്ടോബർ 4 ഇന്ത്യൻ ഭരണഘടനയുടെ 23 ആർട്ടിക്കിൾ ലംഘിക്കുന്ന ജാതി വേർതിരിവ് ഇന്ത്യൻ ജയിലിൽ നിലനിൽക്കുന്നുണ്ടെന്ന് സുപ്രീം കോടതി കണ്ടെത്തി. അപ്പം എന്താണ്? ഈ ലേബറിനെ ഡിഗ്രേഡ് ചെയ്യുന്നു, അടിച്ചമർത്തൽ രീതികൾ നിർബന്ധിത ജോലിക്കെതിരായ അവകാശത്തെ ലംഘിക്കുന്നു, ആർട്ടിക്കിൾ 23 റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ആർട്ടിക്കിൾ 17 ലംഘനം. ഈ 3 കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കണം. ഇത് ഇംഗ്ലീഷ് ക്വസ്റ്റിന്റെ ട്രാൻസ്ലേഷൻ ആയതുകൊണ്ടാണ്. ഇത് വീഡിയോ പരീക്ഷയ്ക്കായിട്ട് വന്ന ചോദ്യമാണ്. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ 2024 ഒക്ടോബർ 4 ആണ് വന്നിരിക്കുന്നത്. ആ കേസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ്, എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്, ഇനി എന്തൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങൾ വരും എന്നുള്ള കാര്യങ്ങളും A to Z കാര്യങ്ങൾ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി പഠിച്ചു വെക്കേണ്ടതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ 250+ 500+ ഫോക്കസ് ഏരിയാസ് വരുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മൾ 70+ ഒക്കെ കവർ 70 അല്ല 100 പിന്നെ ഫോക്കസ് ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് 500+ ഫോക്കസ് ഏരിയാസ് വരും. ഒത്തിരിയും കണ്ടന്റ്സ് ആണ് ഇനിയും പഠിക്കാൻ കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്ന 1299 ആണ് ഇതിന്റെ ഫീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. വീക്കിലി 5 ദിവസമാണ് ക്ലാസ്. 9:45 AM to 10:30 AM ആണ്. ജോയിൻ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ടീച്ച്മെന്റ് ആപ്പിലായിരിക്കും ക്ലാസ് വരുന്നത്. റെക്കോർഡ് സെഷൻസും അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. നന്നായിട്ട് റിവൈസ് ചെയ്യുക, എന്നാലേ കാര്യമുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.